90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. Welcome all of you, and now we are watching Birthday Pains by the code Long Life Star Magic 10th 11th 12th സ്റ്റേറ്റ് സിലബസ് ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സിലബസ് ഒക്കെ എന്ത് ചെയ്തെന്ന് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് 90+ന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനെ കുറിച്ച് ഇനി സംസാരിക്കാനുണ്ട്. ഫോക്കസ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുള്ളത് 90+ മൈ ട്യൂഷൻ ആപ്പ്. അതായത് കുട്ടികൾക്ക് എല്ലാ പാഠഭാഗങ്ങളും ശരിക്കും ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഫോമാറ്റിലാണ് അവരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു എക്സാം ഫീവർ അല്ലെങ്കിൽ ഒരു എക്സാം ടെൻഷൻ മാനസികമായിട്ട് നിങ്ങൾക്കൊന്ന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടും 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് 50% ഓഫിൽ നിങ്ങൾക്ക് ഈ ആപ്പ് സ്വന്തമാക്കാം. സോ 90+ മാർക്സ് ബോർഡ് എക്സാമിന് സ്വന്തമാക്കാൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം 90+ മൈ ട്യൂഷൻ ആപ്പ്. ഇത് ഓണത്തിന് ക്ലബിൽ കളിക്കാൻ പഠിച്ചു വെച്ചിട്ട് സത്യം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കളിക്കുവോ? തങ്കച്ച ചെലവ് ചെയ്തേ പറ്റൂ. നമ്മളെ ഫ്ലോറിൽ ആദ്യമായിട്ട് ഒരു പെൺകൊച്ചിനെടുത്ത് പൊക്കിയാണ്. ഞാൻ ഒരു കാര്യം വെച്ചോട്ടെ, ഈ ഷിയാസ് കാണിക്കുന്ന പക്ഷാഭേദമാണ്. ഇവിടെ ഏത് പെൺകുട്ടി ഒന്ന് ഡാൻസ് ചെയ്താലും ചാടി ഇറങ്ങും. എന്തുകൊണ്ട് ഈ കുട്ടി ഡാൻസ് ഇറങ്ങില്ല? കുട്ടി എന്റെ മോളായിട്ട് അഭിനയിച്ചാണ്. ഞാൻ അതിന്റെ അല്ല, അവ ഇറങ്ങാത്തതേ വലിയ പനേര മൂട്ടിൽ ചില റബ്ബർ പന്ത് കിടന്ന് ഉരുളില്ല, അതുപോലെ ഇരിക്കും. ധർമ്മേട്ടാ,
അന്ന് എപ്പിസോഡ് ചേച്ചി അനു ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അനു ചേച്ചി ഇവിടെ ഫ്ലവേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മേലാൽ എന്റെ ചേട്ടന്റെ കൂടെ വേറെ ആരെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കരുത്. അങ്ങനെ ഫ്ലവേഴ്സ് ഇപ്പൊ സെറ്റ് ചെയ്താണ് മോളെ കൂടെ കളിക്കാൻ. പക്ഷെ അതിൽ കൈവിട്ടു പോയി. അഫിസ്ക അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാച്ച് കളയാൻ വേണ്ടിട്ടാണ് നിഷ്കളങ്കമായ ഒരു കുട്ടിയെ നമ്മൾ പക്ഷേ ഇല്ല വിളിച്ചില്ല. വീണ്ടും പക്ഷെ പാട്ട് എവിടെ കേട്ടാലും ഞാൻ കയറി കളിക്കും. പാട്ട് എവിടെ കേട്ടാലും ഞാൻ കയറി കളിക്കും. ഉത്സവപ്പറമ്പിലെ സ്ഥിരം പരിപാടിയാണ് ഇത്. അതിന്റെ ഇടയില് ഇവിടെ മെഗാഷോ കളിക്കാൻ പോകുമ്പോൾ ആൾക്കാർ പാട്ട് പാടുമ്പോൾ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി ഭയങ്കര പൊടിയൊക്കെ പറഞ്ഞ് ഭയങ്കര അതല്ല തങ്കു ഇവിടെ അക്ഷരക്കുട്ടി എടുത്തല്ലോ. ആ സമയത്ത് അന്ന് ചൂണ്ടിക്കാണിക്കുക ധർമ്മൻ ചേട്ടൻ എടുത്ത് പൊക്കി എന്നെ എടുത്ത് പൊക്കി. എന്നോട് ചോദിക്കണേ, എന്നോട് ചോദിക്കുകയാണ് ധർമ്മൻ, ഈ അനുവിന് എന്ത് വെയിറ്റ് ഉണ്ടാവും, പുള്ളിക്ക് പൊക്കാൻ പറ്റുന്നതാണോ? ഞാൻ പറഞ്ഞ ഒരു 75-100 ഞാൻ ഈ 50 കളിയാ പൊക്കോളുന്നു. ഇത് കണ്ടത് മാത്രമല്ലേ പൊക്കാഞ്ഞത്. ഞാൻ ഒന്നാമതന്നെ ഇവളെ കൂടി കളിച്ചിട്ട് എനർജി കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റാതെ ഇവളെ കൂടി എടുത്ത് പൊക്കിയിട്ട് വല്ല വീണിട്ടുണ്ടെങ്കിൽ സ്റ്റാർ മാജിക്കൽ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടി ചേട്ടാ അങ്ങനെ ഇപ്പൊ ചേട്ടൻ അനുവിനെ എടുത്താ വീഴുന്നുള്ളൊരു പേടി ഉണ്ടാവുള്ളൂ. അതെ, ആ പ്രമോ അനു വേണമെങ്കിൽ ചേട്ടൻ അതൊന്നും എടുത്തേ, ഒന്ന് കാണട്ടെ. നല്ല അല്ല അനു പൊക്കാൻ വേണ്ടി വന്നേക്ക. അതെ അനു ജിമ്മിന് കൊണ്ട് അനു ഇപ്പൊ പോകുന്നില്ല. ഭയങ്കര പവറാണ്. അനു നമ്മളിട്ടിട്ട് പ്രമോ അടിക്കാനുള്ള പ്ലാനായിരുന്നു ഇവർ വീണ് കഴിഞ്ഞാല്. അനുവിനാണെങ്കിൽ അപ്പൊ ചേട്ടൻ അനുവിന് അത് തന്നെ ആഗ്രഹം, വീണാലും ഉള്ള ചത്താലും വേണ്ടില്ല, പ്രൊമോയിലും വന്നു. അതല്ല എന്നെ തങ്കച്ചേട്ടൻ പിടിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. അല്ല എടുത്ത് പൊക്കിയതിന് ശേഷം ഡാൻസ് കളിച്ച് ചോദിക്കുന്നത് വെയിറ്റ് ഉണ്ടാ എനിക്ക് വെയിറ്റ് ഉണ്ടാ. ഓക്കെ, അപ്പൊ എക്സ്ക്ലൂസീവ്ലി സ്റ്റാർ മാജിക്കില് അനു പറയാണ് അനു ധർമ്മജൻ ചേട്ടനെ എടുത്ത് പൊക്കാൻ പോവാന്നുള്ളത്. ഷോ അനു കുട്ടിയുടെ ഒരു കാര്യം എന്താവോ എന്തോ. ഷാരൂഖ് ഖാനെ റിമി ടോമിനെ എടുത്ത് പൊക്കിയ ആ ലാഘവത്തോടെ അനു ധർമ്മജനെ എടുത്ത് പൊക്കാൻ പോകുന്നത്. ശനിയാഴ്ച രാവിലെ 3 കൊല തല വെച്ച് നെടുമ്പങ്ങാട് ചന്തയെ കൊണ്ടുപോകണം. എന്നിട്ട് പറഞ്ഞാ മതി, അനു എന്നെ പൊക്കിപ്പം എന്റെ ഭാര്യയായ അനുവായ നിന്നെയായിരുന്നു എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞാ മതി. ഇനി അത് പറഞ്ഞ കാണിച്ച് എല്ലാം പറ്റില്ല. അങ്ങനെ പൊക്കണം. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ആരോ തസപ്പട്ടി തരാണെന്നോ ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം അവൾ എന്നോട് ചോദിച്ച് അവളിന്റെ ഇടയ്ക്ക് വന്നിട്ട് എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 56 കിലോ, 56, 57 ഉള്ളെന്ന് പറഞ്ഞു. സെയിം കിലോ ആണെന്ന് ഉള്ളത് അല്ലേ? അതാ സെയിം ആയതുകൊണ്ടാ പോകാൻ. അനു തോൽവി സമ്മതിച്ചോ? ഞാൻ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോ ഇങ്ങനെ പൊക്കും. പക്ഷെ അതല്ല, ആ മ്യൂസിക്കിനനുസരിച്ച് അങ്ങനെ തന്നെ എടുക്കണം. പഞ്ച് ഇങ്ങനെയാണ്. അനു തങ്കുനെ പൊക്കാൻ പറ്റോ? പിന്നെന്താ, വേണമെങ്കിൽ പൊക്കാം. ഓക്കെ, അടുത്ത ചാലഞ്ച്. ഈ എപ്പിസോഡിൽ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, വാളിയാ. ആരും പണ്ട് യൂണിയനിൽ ഉണ്ടായിരുന്നു ഡൗട്ട്. പിന്നെ അല്ല, തട്ടി തോളെ കയറ്റാണ്ട് അറിയാൻ പാടില്ല. ഓക്കെ അനു സ്ലോ മോഷൻ. ഓ അവന്റെ സന്തോഷം. ഓ തങ്കു എടുക്കുന്നത് മാത്രമല്ല, എടുത്തിങ്ങനെ അനു ഇങ്ങനെ അവിടുന്ന് ആ ഒരു ബിൽഡപ്പിന് നടന്നു അങ്ങനെ വന്നിട്ട് ഇതിലെ കൂടി അങ്ങനെ എടുത്തിട്ട് എടുത്താൽ മതി. കറക്ക് മാത്രമാണ്, ഒരു ഉമ്മയും കൂടെ അങ്ങനെ ആയാലോ. അയ്യോ നാണോ. എത്ര റൗണ്ട് കറക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ? എത്ര റൗണ്ട് അങ്ങനെ എന്താന്നറിയാമോ കിഷോറോട് ചോദിച്ചത്? ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവസരം ഉണ്ടാവും അറിയാനായിട്ടാ. ദുരിതം എല്ലാം ഒഴിയട്ടി നീ ദിശയെട്ടും നാടും കട്ടിനി കൽപ്പിച്ചു രോഷം മനസ്സിൽ കത്തിച്ചു വീരം സിദ്ധിച്ചു ഒരമ്മ എടുത്ത് പൊക്കുന്ന സമയത്ത് മക്കൾക്ക് അറിഞ്ഞുള്ള അവകാശം. എനിക്ക് അമ്മയായിട്ടൊന്നും തോന്നിയില്ല. എന്റെ വീട്ടിലൊരു അപ്പൂപ്പുണ്ട് വയസ്സായി കിടക്കണം. എടുത്തോണ്ട് പോകണമെന്ന് എനിക്ക് തോന്നിയത്. ആരെങ്കിലും അപ്പൂപ്പനെ എടുത്ത് വെച്ച് കറക്കോ? അങ്ങനല്ല, അപ്പൂപ്പനെ പെട്ടെന്ന് വലിവ് വന്നപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളൊന്ന് തീർക്കണോ, പെട്ടെന്ന് തീർക്കാം. എനിക്ക് ശ്രീവിദ്യാനെ പൊക്കാനുള്ളതാണ്. അനുവിന്റെ ഈ ഒരു
പവറിന് ഒരു വലിയ കൈഡി കൊടുക്കണം കേട്ടോ. സമ്മതിക്കണം. അടിപൊളി അടിപൊളി അടിപൊളി. ആരാന്നാ? അല്ല എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടാ ഞാൻ എടുത്ത് പൊക്കും അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇല്ല എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. കാരണം 2-3 തവണ എന്റെ അടുത്ത് പൊക്കാൻ മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി അതിനുള്ള പവർ ഇല്ല. അതുകൊണ്ട് എനിക്ക് വാശിയായിരുന്നു. എനിക്ക് എടുത്ത് ഒരു പുരുഷനാ, ഒരു ആണാണ്ടാ നീ. അങ്ങനെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പാടില്ലേ? അവളൊന്ന് പൊക്കി നോക്കി. ചേട്ടൻ എന്നെ എടുത്ത് പൊക്കുവാണെങ്കിൽ ആണെങ്കിൽ അതെടുത്ത് പൊക്കിന് ശേഷം ഞാൻ പറയും. ഇല്ലെങ്കിൽ ഞാൻ പൊക്കാണെങ്കിൽ തങ്കച്ചി ചേട്ടൻ കല്യാണം കഴിക്കോ? അങ്ങനെ പറയരുത്. പിന്നെ കല്യാണം കഴിക്കണമെന്നല്ല, എടുത്ത് പൊക്കുവാണെങ്കിൽ എടുത്ത് പൊക്കിയില്ലാന്നുണ്ടെങ്കിൽ മുടി മൊട്ടയടിക്കണം. പൊക്കൂലേ? തങ്ക ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ പൊക്കൂലേ? അതെന്തോന്ന് അത് ആ പറ്റി ഞാൻ ഉൾക്കൊള്ളുന്നില്ല. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ. അനുവിനെ എടുത്ത് പൊക്കുകയാണെങ്കിൽ അനു എന്ത് ചെയ്യും? അവക്കൊരു സ്വർണ്ണമോതിരം സമ്മാനമായിട്ട് കൊടുക്കാന്ന് പറ. എടുത്ത് പൊക്കുവാണെങ്കിൽ ഞാൻ 2 കൊല മധുരണം തരും. 2 കൊല മധുരണം പഴം തരൂന്ന്. മധുരണ്ണന്റെ പഴം കഴിച്ച് നീ ഷുഗർ കയറി തളർന്ന് കിടക്കുമ്പോ അവള് വേറൊരുത്തനെ കെട്ടി മുമ്പിൽ കൂടെ പോകുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അത് നിരസിച്ചു. എടുത്ത് പൊക്കുവാണെങ്കിൽ ചേട്ടന്റെ കയ്യിൽ ഞാൻ ഉമ്മ തരും. പൊക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. പൊക്കുവാണെങ്കിൽ അവക്കൊരു ചെറിയ സ്വർണ്ണമോതിരം മേടിച്ചു കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണ്ണമോതിരത്തിന്റെ ഡീൽ വെക്കാം. സ്വർണ്ണമോതിരത്തിന്റെ ഡീൽ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴാകുമ്പോ കറക്റ്റ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിനക്ക് അത് വാങ്ങിച്ചു തരാം. വാങ്ങിക്കൂട്. ഈ ഗ്യാപ്പിൽ ഒരു എൻഗേജ്മെന്റ് നടക്കണമെങ്കിൽ പ്ലീസ്. നമ്മളെല്ലാരും ഇത് നൈസ് പരുവത്തിന് ടിവിയിൽ കൂടെ നിശ്ചയപ്പെടുത്താനുള്ള അരപ്പവന്റെ മോതിരം എടുത്ത് ഞാൻ വാങ്ങിച്ചു. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഇന്നലെ കണ്ട ഫ്ലവേഴ്സില് ഇന്നലെ എൻഗേജ്മെന്റ് ആയിരുന്നു പറയും. പൈതൽ പോലെ തോളുമേലെ തൂക്കി ഫൈനലി വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ബലം പിടിച്ചു. എന്നിട്ടും ഡിസ്കിന് തേയ്മാനം ഉള്ളവൻ അവളെ പൊക്കി എന്നുള്ളതാണ്. ബെറ്റായിരിക്കണം. ആ മോതിരം എടുത്തിട്ട് ഇപ്പൊ തന്നെ കൈ തരുന്നാൽ അനു മോതിരം കൊടുത്തേക്ക്. തലയിലല്ല കൈ. സ്വർണ്ണമൊക്കെ അങ്ങനെ തന്നെ വാങ്ങിക്കാവും. ഇനി എന്റെ മാമന്റെ സ്ഥാനത്ത് നിന്നും എന്റെ അപ്പൂപ്പന്റെ സ്ഥാനത്ത് നിന്നും ചേട്ടന്റെ സ്ഥാനത്തൊക്കെ നിന്ന് എല്ലാരും വരി. കയ്യിലുണ്ടാവും. എൻ്റെ പ്രേക്ഷകര് എത്ര വർഷം കണ്ട് എൻ്റെ അടുത്ത് കണ്ട് ആ മോതിരം എവിടെയെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ അഥവാ ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഈ മോതിരം ഇവള് തിരിച്ചു വാങ്ങണമെങ്കിൽ ഇവള് ഭൂലോക നക്കിയാണ്. പാലിക്കാത്തവളാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അപ്പൊ സ്വർണ്ണമല്ലേ എന്ന് ഡയമണ്ടാന്ന് വെച്ചപ്പോ അപ്പൊ ഇത് സ്വർണ്ണമല്ലേ എന്നെ ചതിക്കുകയായിരുന്നു.
ആ മോതിരം എല്ലാം നമ്മുടെ പ്രേക്ഷകർ എല്ലാരും കാണട്ടെ. എന്നിട്ട് കാണിച്ചിട്ട് അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണ്ടേ? അങ്ങനെ മോതിരം മാറ്റം ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മോതിരം മാറ്റം പറയുമ്പോ പെണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ചെറുക്ക ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. എനിക്കെവിടെ? ശരിയാണല്ലോ. അതിപ്പോഴല്ല, സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഇത്രയും അനു, വർഷമായിട്ട് നമ്മളെ ഈ ഒരു ചാൻസ് ഇനി കിട്ടില്ല. അനുവിന്റെ ഭാഗത്ത് ഞാനും പറഞ്ഞതാ, അതായത് ലക്ഷ്മിയിലെ ആവശ്യം പോലെ കിടക്കണം, ഒരെണ്ണം ഒരുങ്ങി കൊടുക്കാം. അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് ഡയമണ്ട് എല്ലാം പറ്റിപ്പോയിന ഡയമണ്ട്. അല്ലയാ, വേറൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ചടങ്ങാണ്. ഇതൊന്നും എപ്പോഴെപ്പോഴും നടക്കുന്ന ചടങ്ങുമല്ല. വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ്. ഒന്ന് പറഞ്ഞേക്ക് വീട്ടുകാരോട്. ഈ ചടങ്ങ് ഞങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരും നല്ലൊരു കൈഡിന്ന് ഒഫീഷ്യലി വീട്ടിൽ പറയണ്ടേ? വീട്ടിൽ പറയണം, അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ, അച്ഛ, ചേച്ചി, എന്റെ അമ്മ അച്ഛനും. അമ്മ, അച്ഛ, ചേച്ചി, ചേട്ടാ, എന്റെ കുടുംബാംഗങ്ങളെ, തങ്കച്ചേട്ടൻ എനിക്ക് റിങ് ഇട്ട് തരാണ്. സ്നേഹം കൊണ്ടാണ് എല്ലാരും ഇട്ട് തരുന്നത് പോലെ എന്നെയാണ്. എല്ലാരും ഇട്ടിരുന്നു പോലെ. ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് ഇട്ട് തരുമല്ലോ. ഇല്ല 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 അല്ല, അതെന്ത് സംസാരം അത്? അത് ഞാൻ ചോദിക്കട്ടെ. ബാക്കി എന്റെ കാര്യം കറക്റ്റാണ്, ഞാൻ പറഞ്ഞെല്ലാം ബാക്കി ക്ലിയർ ചെയ്ത്. ഇതിപ്പോ സ്നേഹം കൊണ്ടാണെന്നല്ല. സ്നേഹം കൊണ്ടെന്നാണെങ്കിൽ എനിക്ക് വേറെ ആർക്കും മോതിരിട്ടാ പോരെ. അല്ല, എന്റെ അച്ഛനും അമ്മയൊന്നും എന്റെ അടുത്തില്ലാണ്ട് ഞാൻ സമ്മതിക്കുന്നു. എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയല്ല. ഈ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം നമ്മൾ അച്ഛനും അമ്മയും സഹോദരങ്ങളാണ്. തങ്ക് പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ നമുക്ക് അച്ഛനും അമ്മയെക്കാട്ടൊക്കെ വലുത് നമ്മൾ ഇത്രയും ആൾക്കാർ കാണുന്ന പ്രേക്ഷകരല്ലേ വലുത്. പ്രേക്ഷകരുടെ ഇല്ലേ? എന്താ മാറ്റി മാറ്റി ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞത്? എത്രയോ പേര് ഇടയ്ക്ക് ചോദിക്കുന്നറിയാം. എന്താ 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 ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണതാ. മോതിരം എന്റെ കയ്യിലായി. ഇനി ഈ മോതിരം അങ്ങോട്ട് ഇട്ടാ പിന്നെ നിനക്ക് പോക്കല്ലേ പോക്കല്ലേ. അപ്പം അമ്മ, അച്ഛ, തങ്കച്ചേട്ടൻ എന്റെ കയ്യിൽ റിങ് ഇട്ട് തരാണേ. കുഴപ്പമൊന്നുമില്ലല്ലേ? മറുപടി വന്നാ എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ചോദിച്ചത് മാമ. എല്ലാവരും അനുഗ്രഹം ഉണ്ടാവും. കുറഞ്ഞല്ലേ മാമ? അയ്യോ നന്നായി വരുവാ. അയ്യോ, എല്ലാരും പറഞ്ഞ മക്കളെ, ഞങ്ങളെ വിരുന്നിന് 2 ദിവസം കൂടെ ഉണ്ടാവണം കേട്ടാ. മുട്ടായിയൊക്കെ വാങ്ങിച്ചേരാ. കൊച്ചന്റെ കാല് പിടിക്കണ. അല്ല, കൊച്ചു പിള്ളേരാണല്ലോ കാല് പിടിക്കണം. കാല് പിടിച്ചേ പറ്റുള്ളൂ. അയ്യോ സന്തോഷാണ് പറഞ്ഞ കേട്ടാ. എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഈ മോതിരം കിട്ടും. അങ്ങനെ അത് ചടങ്ങ് അങ്ങനെ അല്ലാതെ പിന്നെ എന്തിനു പിന്നെ ഞങ്ങളെ സീമ മോഹൻ വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചേ. അപ്പൊ ചടങ്ങ് കഴിഞ്ഞത് പ്രോട്ടോകോൾ അനുസരിച്ച് ചെറുക്കന്റെ വീട്ടിൽ നിന്നുള്ളൊരു ഉണ്ണട്ട്. എന്താ പോണേ? ഹലോ, ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇത്രയും നമ്മൾ ഒരു ബെറ്റിന്റെ പുറത്ത് കുറച്ച് ആവേശമായി അത്ര ചെയ്തോളൂ, അല്ലാണ്ട് ഇതിന് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഹലോ, അല്ല, ഇതിന് ഊണാണോ അതോ ഇഡ്ഡലി സാമ്പാറാണോ എന്നുള്ള തീരുമാനിക്കാം. അല്ല തങ്കു, ഇത് വെറുതെ ഒരു ബെറ്റിന്റെ പുറത്ത് ചെയ്തതാ. ഇതുവരെ എത്തിയപ്പോ എന്ത് വിചാരിച്ചു? ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഒരു ബെറ്റ് ആരും വെക്കും, അതിന്റെ പുറത്തുള്ള അത്രയും. പക്ഷെ പ്രേക്ഷകർ, സത്യം പറയുകയാണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് പേര് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇടപെടാൻ ആരുമല്ല. ഈ അനു ഈ കൈയും പിടിച്ചിട്ട് അനുവിന്റെ കുടുംബത്തിൽ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാല് നിലവിളക്കുമായിട്ട് സ്വീകരിക്കും. ആര്? അനുവിന്റെ വീട്ടുകാര്. അങ്ങനെ ആയി. അപ്പൊ തങ്കത്തിന് അങ്ങോട്ടാ കൊണ്ടുപോണത്. അങ്ങോട്ട് കൊണ്ടുപോണത് അതറിയാൻ പറഞ്ഞേ. തങ്കച്ചൻ അങ്ങോട്ട് കൊണ്ടുപോണത്. അല്ല, നിങ്ങൾ പറയുന്നത് ഈ മോതിരം ഞാൻ തിരിച്ച് ഊരി കൊടുക്കണമെന്നാണോ? എന്റെ വിരലറുത്താലും ഞാൻ കൊടുക്കും. അല്ല, അതൊന്നും ഷോന്റെ ഉത്തരവാദിത്വമല്ല. ഈ ഷോയില് ബെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അതായത് അവനവന് സ്വന്തം കേപ്പബിലിറ്റി വെച്ചിട്ട് വേണമായിരുന്നു ബെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനായിട്ട്. ബെറ്റ് തോറ്റു. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യം ഇതാക്കി. ഇതിൽ ഇനി സീരിയസ് ആയി എടുക്കണ്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്തമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് തങ്കച്ചേട്ടന്റെ ക്യാഷ് മുടക്കിയല്ല എനിക്ക് വാങ്ങി തന്നത്. അതുകൊണ്ട് ഞാൻ ഇത് വലിയ കാര്യമാക്കുന്നില്ല. ഇത് എന്റെ മോതിരാണ്. ആണല്ലേ? അല്ല, ബെറ്റ് ബെറ്റല്ലേ? അപ്പൊ എനിക്ക് ഒരു കാര്യം പറയുന്നത്, ഇതിൽ തങ്കച്ചനും മനുവും കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക. തങ്കച്ച ഇവിടെ ഒറ്റ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യണം.
ഇപ്പൊ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാത്തല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. തങ്കത്തിന് വേറെ നല്ല ബന്ധം വരും, അതുകൊണ്ട് അവന്റെ ജീവിതം നശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവൻ വേറെ റൂട്ടിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടവൻ. ശരി, ഓക്കെ. അപ്പൊ ഇതിലും ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ഓൺ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ നമ്മൾ ഇടപെടാൻ ആരുമല്ല. കാരണം നാളെ ഇവർ നമ്മുടെ അടുത്ത് ചോദിച്ചു തരാൻ പാടില്ല അല്ലെ. ഈ കാര്യത്തിൽ ഒരു ചെറിയൊരു ബ്രേക്ക് വരുമ്പോൾ ഞങ്ങളൊന്ന് സൈദ്രാമയ്യറാവട്ടെ, എന്നിട്ട് ഇവരുടെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് തീരുമാനങ്ങൾ എന്താന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് വരും എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുതരാം. തങ്കത്തിന്റെ ഒരു ഭാഗ്യമായി എൻഗേജ്മെന്റിന് സെലിബ്രിറ്റി ധർമ്മജം വരെയുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മൃദുലയും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടോ അവര് വളരെ സോഷ്യലായിട്ട്. അതുകൊണ്ട് എൻഗേജ്മെന്റ് അതല്ല എൻഗേജ്മെന്റിന്റെ നീ ബയോളജി ആവും. പ്രേക്ഷകർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെ, ഇതിൽ ആർക്കാണ് ആരോടാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവിടെ ഒരു മേശിരി പണിക്ക് നിർത്തി നല്ല ഉഗ്ര ഒരു തേപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കയ്യിലും നിൽക്കാത്ത രണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് തേക്കത്തൊക്കെ സാധനം ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി എന്താന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഗെയിം ഒക്കെ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് വേണം പാലടയും പരിപ്പൊക്കെ കൂട്ടിട്ട് ഒരു സദ്യ ഉണ്ടാനായിട്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. സത്യമായിട്ടും പറഞ്ഞു. എന്റെ ഹിന്ദി മിസ്സിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ. എന്റെ ഹിന്ദി മിസ്സിന്റെ പേര് ലക്ഷ്മിനാ. ആണോ? നമുക്ക് ഹിന്ദി മിസ്സിന് ഒരു ഹായ് കൊടുത്താലോ? എല്ലാരും ഹായ് കൊടുക്കാം. എല്ലാരും ഹായ് കൊടുക്കണേ. ചേട്ടാ എന്ത് ചിരിച്ചോണ്ടിരിക്കണേ? ചേട്ടാ ഹിന്ദി മിസ്സിന് ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോഴേ തങ്കത്തിന് മൻമോഹൻ സിംഗിന് TV കാണിച്ചപ്പോ ഇതായിരുന്നു വെച്ചപ്പോ തങ്കച്ചപ്പോ ഹിന്ദി മന്ത്രി. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ദിസ് ഇസ് സ്റ്റാർ മാജിക്. ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാനായി ഇതാ ഒരു കിടിലൻ ഓപ്ഷൻ. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ റീറ്റെയിൽ ശൃംഖലയായ മൈജിയാണ് ഈ ഒരു ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ളത്. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള www.mygi.in എന്ന സൈറ്റിൽ ഇപ്പം തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺസ് ആവട്ടെ, ടാബ്സ് ആവട്ടെ, അതുപോലെ തന്നെ AC, ലാപ്ടോപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം. www.mygi.in നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുമാത്രമല്ല ഏറ്റവും ബെസ്റ്റ് സർവീസസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് G.Protection, അതുപോലെ തന്നെ മൈജി കെയർ പദ്ധതി, എക്സ്ചേഞ്ച് സ്കീം, ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അതുപോലെ വെർച്വൽ ഷോപ്പിംഗ് സൗകര്യവും മൈജി ഒരുക്കുന്നുണ്ട്. സോ ഇത്രയേ പറയാനുള്ളൂ. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഇത്തിരി ഹിന്ദി ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? കേശവ സുരേന്ദ്ര കാണിക്കാൻ അല്ല, ആനയുടെ കണ്ണിൽ പൊടി പോയി. ഈ മൂന്ന് ആനയും കൂടെ എങ്ങോട്ട് പോവാ? ഞാനെന്ന് എന്നെ കളിയാക്കിയതാണ്. ഞാൻ ചാറ്റുവാറമ്പലത്തിൽ ഉത്സവം. ഒന്നും ചെയ്യണ്ട കേശവ, ഒന്നും ചെയ്യണ്ട. അയ്യോ, ഒന്നും നിനക്ക് ചെയ്യാനുള്ള ഒന്നും ഇല്ല അതില്. ഈ ആനയുടെ പേരെന്താ? ഇത് കേശവൻ. കേശവൻ. ഓക്കെ, ഹായ് കേശവ. തൊട്ടെ തൊട്ടോ കുഴപ്പമില്ല. ഈ ആനയുടെ പേരെന്താ? ഈ ആനയുടെ പേര് സുരേന്ദ്രൻ. പാവാണെന്ന് തോന്നുന്നു അല്ലേ? ഇനിഷ്യലി M ആണ് കേട്ടോ. ഓ, M ഉണ്ടോ? മാട്ട സുരേന്ദ്രൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. M ആണ്. എങ്ങോട്ട് പോവാ? ഇത് ഇന്നലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇല്ല, പുള്ളിയായിരുന്നു അവിടെ ഉദ്ഘാടനത്തിന് വന്നു. ഞാൻ പിന്നെ പുറത്തേക്കടാ. ചേട്ടാ, ചേട്ടൻ പോയ സ്ഥലത്ത് ഈ ആന വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇത് ജ്വല്ലറിയുടെ മുമ്പിൽ ഉണ്ടായത്. അത് ഇതായിരുന്നോ? കേശവനായിരുന്നോ? കേശവനായിരുന്നു. ആ ശരി. മറ്റേ ധർമ്മനോട് ഉണ്ട് കേട്ടോ കേശവ. അറിയാന്ന്. അറിയാം. ഇതിനെവിടെ കൊണ്ടുവച്ചാ? ഇത് ചാറ്റോറമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഈ കോവിഡ് സമയത്ത് ഉത്സവമൊക്കെ അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ട്, ആൾക്കാരില്ല. എന്നാലും ഞാൻ അവിടെ സ്ഥിരം കൊണ്ടുപോകാറുള്ള ആനനെ. ആന ഡേറ്റ് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് ചാറ്റോറമ്പലത്തിൽ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നത്. അല്ലേ ഇത് എപ്പോഴെങ്കിലും ഇടഞ്ഞിട്ടുണ്ടോ? ഇത് മതം പൊട്ടും മാത്രമേ ഇടയാറുള്ളൂ. ഈ ആനയുടെ മെനു എന്താ? നേരം വെളുത്ത് കിടക്കപ്പായിൽ നിന്ന് അരി വറുത്തതും കട്ടൻ ചായയും കൊടുക്കും.
അരി വറുത്തും കട്ടച്ചായം കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അങ്ങ് തുടങ്ങുള്ളൂ. ആഹാ ഭയങ്കര നിർബന്ധമാണ്. എന്റെ ആനക്ക് രാവിലെ എണീറ്റുള്ള ഇച്ചിരി മൂക്ക് പൊടി വേണം. തറ ഇട്ട് കൊടുത്ത കറക്കി എടുത്തൊരു പിടി പിടി. അതല്ലേ. പിന്നെ ഉച്ചക്ക് മീൻചാറിൽ മുക്കിയ പനമ്പട്ട അത് നിർബന്ധ. ചേട്ടാ ചേട്ടന്റെ മെനു അല്ല കേട്ടോ, ആനയുടെ മെനു ഞാൻ ചോദിച്ചത്. പിന്നല്ല ആനയുടെ മെനു പറഞ്ഞേ. ആന തിന്നുന്ന കൂട്ടത്തില് ഡാ എന്ന് വിളിക്കുമ്പോ എനിക്കും ഒരു ഉരുളായിട്ടിട്ട് എനിക്കും വായിൽ വെച്ചേരും. അത് ആന ഇങ്ങനെ തിന്നും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോണു. ചേട്ടന്റെ ആന പിണ്ടയിട്ട് ഇവിടെ ആന പിണ്ടിട്ടല്ല, ഒരു ആനവാൽ മോതിരം എടുക്കാൻ വേണ്ടി. ആർക്ക് ആനവാൽ മോതിരം? എടാ ഒന്ന് എറിവിന്റെ പാടുപ്പം തീർന്നല്ലോ, വീണ്ടും ആനവാൽ മോതിരം. ഈ ആനയുടെ ആട്ടം കണ്ടിട്ട് ഇതിന് പട്ട കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങള് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പട്ട. ഈ പട്ട പകല് ഞങ്ങള് പനമ്പട്ട. രണ്ടിലും പട്ടയുണ്ട്. ശരി. പിന്നെ ഞങ്ങൾ കഞ്ഞിയിൽ വെള്ളം ഇല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ പട്ട ഒഴിച്ച് കുടിക്കും. ഇതോ ആനക്ക് ഉറക്കം തൂങ്ങുമ്പോ അത് ഈ കൊമ്പയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ആന അവിടെ നിന്ന് ഉറങ്ങിക്കോളും. അല്ല ഇത് വേണേ സ്ട്രോ ആയിട്ട് ഉപയോഗിക്കട്ടോ. ഈ ആന സ്ഥിരം സർബത്ത് കുടിക്കും. ഒരു ഗ്ലാസ് സർബത്ത് മേടിച്ച് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു ഡ്രം സർബത്ത് വെച്ചാൽ കൊടുത്തു. ഇതങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ജോസ് പ്രകാശ് പൈപ്പ് കടിച്ചു കൊടുക്കാൻ ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചിട്ട് ഇനി ഈമ്പി നിങ്ങൾ 2 പാപ്പന്മാരുണ്ട്, പക്ഷെ എന്നെ ഒരു 2ാം പാപ്പനായിട്ട് നിർത്താൻ പറ്റുമോ? എനിക്കും ഭയങ്കര അല്ല, ആനക്ക് പേടിയുള്ള സാധനമാണ് കട്ടറും. ഒരിക്കലും ആന കാരണം അതിന്റെ ചോനയുടെ ഉള്ളിക്കടെ നേരെ തലച്ചോറ് കയറും. ആനക്ക് പണ്ട് പോലൊരു പേടി. ഇല്ല ഒരിക്കലും നമ്മൾ അവനെ പാപ്പാനാക്കൂല കേട്ടാ. ഇന്നാളൊരു വിഷയം ഉണ്ടായി. ഉത്സവപ്പറമ്പിൽ നിന്ന് ആനയ്ക്ക് മതവിളക്കി. ആനേനെ മയക്കുകൂടി വെച്ചു. വൈകുന്നേരം ഞാൻ പറഞ്ഞു ഓട്ട അടച്ചു തരാതെ ഞാൻ മുതലുകളുടെ അടുത്ത് ഞാൻ ആനനെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. മയക്കുകൂടി വെച്ചല്ലോ, ഓട്ട അടച്ചു തരാൻ ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാരോട്. ലാസ്റ്റ് ഞാനൊരു 10 രൂപയുടെ മെഴുകുതിരി മേടിച്ച് ഓടിച്ചിട്ട് ഇങ്ങനെ അടിച്ചങ്ങോട്ട് കയറ്റി വെച്ചിങ്ങനെ. ഓക്കെ, ഏതായാലും 2 ആനക്കുട്ടികൾ ഈ ഫ്ലോറിൽ വന്നിട്ടുള്ള സ്ഥിതിക്ക് സ്റ്റാർ മാജിക്കിന് ഈ ഫ്ലോറിൽ ഇവരെ വെച്ചൊരു ഗെയിം കളിപ്പിക്കണ്ടേ. അതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ദാറ്റ് ഈസ് ആന മസ്തിഷ്കം നോക്കി ഒരെണ്ണം തന്നാണ്ടല്ലോ. ഭയങ്കര പേടി തന്നെ. അയ്യോ, മസ്തിഷ്കത്തിൽ ചേട്ടന്റെ ബ്ലഡ് പ്രളയം വരുന്നു. നമ്മൾ പോണ ഗെയിമിന്റെ പേരെന്താ? ആന അലറലോടരലറൽ. എന്തെന്ന്? ആന വിളിയോട് വിളി. വിളിയോട് വിളി. ആന ഒച്ചപ്പാടോടൊച്ചപ്പാട്. ആന അലറലോട് അലറൽ. ആന അരലോട് അരലോ അരലോ. ആന അലറോലാണ്. വിസ്താരുടെ പൈസ ഞാൻ കൊടുത്തോളാം. നീ അതിന്റെ ഒരു പീസ് ഇളക്കിയിട്ട് അതിനകത്ത് അവൻ ആ കാട്ടിനകത്തോട്ട് വിടും. ആന അരലോടാണ്. അതേടാ ശകലം ഇത് ആടലോടകം, ഇച്ചിരി കുരുമുളക്, ഇച്ചിരി തുളസിയിലും കൂടെ ചെറിയൊരു ആവി പിടിക്കണം നിനക്ക്. അത് ശരി, സ്റ്റാർ മാജിക്കിൽ നമ്മൾ പോകാൻ പോണ ഗെയിമിന്റെ പേര് ഓക്കെ. അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞാൽ 2 ആനക്കുട്ടികളെയും നമ്മൾ ഓരോരോ ടീമിലേക്ക് കൊടുക്കുക. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനക്കുട്ടിയുടെ ഉള്ളിൽ, അതായത് ഇതൊരു പ്രോപ്പർട്ടി ഓൾറെഡി ഇവർ സെറ്റ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ 2 പേര് ഓൾറെഡി കയറി നിൽക്കുന്നുണ്ട്. അപ്പം അത് ആ ടീമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും, ഇത് ഈ ടീമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും. ഇവിടുന്ന് ഇവരിങ്ങനെ പതുക്കെ ആനച്ചന്തം അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഈ ആനക്കൊമ്പ് വെച്ചിട്ട് അവിടുന്ന് തടി എടുത്തിട്ട് ഓപ്പോസിറ്റ് അവരുടെ കോർട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ പ്ലേസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആനക്കൊമ്പ് കളക്ട് ചെയ്യുന്ന ടീമാണ് ജയിക്കുക. അയ്യോ, ആനക്കൊമ്പല്ല, മരക്കൊമ്പ്. അതാണ് ചന്ദനത്തടി. തടി ചന്ദനം. ആനക്കൊമ്പ് കൊണ്ട് തടി കളക്ട് ചെയ്യുന്ന ടീം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ലക്ഷ്മി ഒരു മിനിറ്റ്. എന്താ ആൻസ് വെക്കണ ആന എന്റെ കേശവനാനയും അതുപോലെ സുരേന്ദ്രനാനയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഏതായാലും ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ലെഫ്റ്റിലോട്ട് വാ. ബാക്ക് വാ.
കുനിയ. ഓക്കെ ഓക്കെ മതി കുനിയ, മതി ഇനി കുനിയ. മതി മതി ഇനി പയ്യെ പൊങ്ങിക്കോ പയ്യെ പൊങ്ങിക്കോ ആ, ഇനി ശരി. ആ പൊങ്ങിക്കോ ആ കിട്ടി. തിരിഞ്ഞോ 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 അങ്ങനെ തന്നെ നിൽക്കണം അങ്ങനെ പറഞ്ഞേ പിടിക്കല്ലേ പിടിക്കല്ലേ പോയി 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 പോയിക്കല്ലേ ടോപ്പി പിടിക്കല്ലേ സ്ട്രേറ്റ് പോ സ്ട്രേറ്റ് പോ അങ്ങനെ പിടിച്ചോ. ബാക്കിലേക്ക് പോട്ടെ, ബാക്കിലേക്ക് പോട്ടെ, ബാക്കിലേക്ക് പോട്ടെ. ഓ എടി, അടിപൊളിയാണ് ആ, പതുക്കെ, പതുക്കെ. ഫ്രണ്ടിലേക്ക് വാ, ഫ്രണ്ടിലേക്ക് വാ. അങ്ങനെ വാ, ഹലോ, അങ്ങനെ വാ. ഇങ്ങോട്ട് പോ. ബാക്കിലോട്ട് വാ, റൈറ്റ് ബാക്കിലോട്ട് വാ, ബാക്കിലോട്ട് വാ. ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് വാ. ബാക്കിലോട്ട് വാ. ഇനി പതുക്കെ പതുക്കെ. ബാക്കിലോട്ട് ആ, വാ, 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 അങ്ങനെ അങ്ങോട്ട് മതി മതി പറയട്ടെ വാ 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 അടിപൊളിയാ, പയ്യെ വാ. പയ്യെ വാ താഴ്ന്നോ 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 തിരി വാ. ആന, കുനിഞ്ഞോ, കുനിഞ്ഞോ. ആ, പോട്ടെ 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 അത് തന്നെ. അല്ല ബാക്കിലേക്ക് ബാക്കിലേക്ക് പോ, ബാക്കിലേക്ക് പോവാനെ. ആ, ഫ്രണ്ടിലേക്ക് ആ വാ. പയ്യെ പയ്യെ ഫ്രണ്ടിലേക്ക് ബാക്കിൽ വാ വാ, പയ്യെ ഫ്രണ്ടിലേക്ക് വാ വാ. ആ എടുത്തെടുത്തു അത് തന്നെ. പയ്യെ വാ ആ പയ്യെ തിരിഞ്ഞു പയ്യെ തിരിഞ്ഞോ ആ പയ്യെ തിരിഞ്ഞു നേരെ വാ കളയല്ലേ കളയല്ലേ തല ചരിക്കല്ലേ നേരെ വാ മാറിക്കോ ആന പറഞ്ഞുണ്ട് പോട്ടെ, പോട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വലത് 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 ആ. കുനിഞ്ഞു പൊങ്ങ, കുനിഞ്ഞു പൊങ്ങ. അങ്ങനെ വാ അങ്ങനെ വാ കുനിഞ്ഞു കുനിഞ്ഞു. ആ, നേരെ വാ നേരെ വാ നേരെ വാ നേരെ വാ നേരെ വാ നേരെ വാ ഇന്നലെ പറഞ്ഞിട്ട് നേരെ വാ നേരെ വാ നേരെ വാ ആ ചരിച്ചോ 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 ഇങ്ങോട്ട് വാ. വെരി ഗുഡ് മതി 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 നേരെ വാ നേരെ വാ. ദേ, നേരെ വാ. ഓ എന്റെ പൊന്നു മക്കളെ. ആ, ഇനി ചരിക്ക് ചരിക്ക് വലത്തോട്ട് ചരിക്ക് വലത്തോട്ട്. ആ, അത് തന്നെ അത് തന്നെ. ചരിക്ക്. Yes, yes. നേരെ കയറ് നേരെ കയറ് വാ 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 വാ. നേരെ കയറ് ആ, അങ്ങോട്ട് പോര്, അങ്ങോട്ട് നിക്ക്, നിക്ക്. താഴ്ന്നോ 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 ആ, പോട്ടെ. ഒരെണ്ണം എടുക്കാം ഓക്കെ ഓക്കെ ഓക്കെ. ആ, പതുക്കെ പൊക്കിക്കോ. പതുക്കെ. ആ, അത് തന്നെ അത് തന്നെ. ഈ സാധനം കണ്ട ഓ എന്റെ പൊന്നെ, ഇതിന് തുമ്പിക്കഴിയുന്നു വേണ്ടേ. ബാക്കിലേക്ക് പോ. ആ, ഇനി കറങ്ങി വാ, കറങ്ങി വാനെ. പതുക്കെ പതുക്കെ ഓ വെരി ഗുഡ് വെരി ഗുഡ് കാണിക്കല്ലേ അയ്യോ അങ്ങോട്ടല്ല അങ്ങോട്ടല്ല. ഇപ്പുറേട്ടോ. അയ്യോ പോകല്ലേ. ആ, ആന നേരെ ആ ഓക്കെ എടുത്തു അത് തന്നെ അത് തന്നെ. ഓനെ വാക്ക് പോനെ. നോക്കുന്നില്ല കൊള്ളാവോ വാ 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 വാ. ആ, തുമ്പിക്കേ തുമ്പിക്കേ പോരെ, പോരെ, പോരെ. ആയിട്ടോ ആയിട്ടോ നിക്ക്, നിക്ക്, നിക്ക്. വാ 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 വാ. ആ, പൊങ്ങിക്കോ പൊങ്ങിക്കോ പൊങ്ങിക്കോ. പതുക്കെ പതുക്കെ. അത് തന്നെ. ബാക്കെടുത്തോ ബാക്കെടുക്കാനെ ബാക്കെടുക്കാനെ ഈ കമ്പ് കമ്പ് ബാക്കെടുക്കാനെ. ആ, ഓടിപ്പാ ഓടിപ്പാനെ. ഇങ്ങോട്ട് വിളി ലെഫ്റ്റ് 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 അയ്യോ അയ്യോ പതുക്കെ പതുക്കെ പതുക്കെ. ലെഫ്റ്റ് ലെഫ്റ്റ് വാ വാ വാ. ആ, നൂർന്നോ നൂർന്നോ പോരെ വാ. ആ, വാ വാ വാ. ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ട ആ, അത് തന്നെ അത് തന്നെ. പോനെ പോനെ. ഫ്രണ്ടിലേക്ക് നിങ്ങൾ. കളിക്കരുത് കേട്ടോ. ആ, അതെ ഇനി പതുക്കെ ചരിച്ചത്. ആ, വാ വാ വാ. ആ, പൊങ്ങിക്കോ പൊങ്ങിക്കോ. വാ. അയ്യോ നിക്ക് നിക്ക്. ആ, ചരിഞ്ഞോ. ആ മുമ്പ് കൈ അപ്പുറം പോ. കൈ അപ്പുറം പോ. വാ. ആ, ഇനി ചരിച്ചത്. അത് തന്നെ. വാ വാ വാ. ഓടി വാ. വാ വാ. ഇവിടെ ഇവിടെ എന്നാ നിനക്ക്? ആ, എടുത്ത പൊങ്ങിക്കോ. അത് തന്നെ അത് തന്നെ അത് തന്നെ. തട്ടലടാ ആ അങ്ങനെ
ഫ്രണ്ടിലോട്ട് വാ, സൈഡിലോട്ട് വാ. വാ 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 തുമ്പിക്കൈ അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ. ഓയ് കഴിഞ്ഞു. അവിടെ കഴിഞ്ഞില്ല, അവിടെ ഇങ്ങോട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ലക്ഷ്മി ഒന്ന് മാറി ലക്ഷ്മി. ആനയ്ക്ക് മതം പട്ടി ഇത് മതം പട്ടി ഇത്. അയ്യോ, ഒരു ജാതി മതം ആനയ്ക്ക് മതം പൊട്ടി. കേശവ സുരേന്ദ്ര കേശവ നമ്മളാരുടെ കൊമ്പിനകത്ത് ഇതില് നമ്മളാനേത്? ഇത് ഈ സുരേന്ദ്രനൊരു മയക്കോടി കൊടുക്ക്. സുരേന്ദ്രനൊരു മയക്കോടി കൊടുക്ക്. ഞാൻ ഒരു ആൻസർ, കുറച്ച് ആൻസർ, സുരേന്ദ്ര കുറച്ച് ആൻസർ. നല്ല പുളിച്ച തെറി അങ്ങ് ചെവിക്കാത്ത പറഞ്ഞു. ഓക്കേ, ഒരു അടിപൊളി ഗെയിം ആയിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ആ ടീമിന് ഒരു വലിയ കൈഡി കൊടുക്കണം അല്ലേ? ആ ടീം ഹാറ്റ്സ് ഓഫ് ടു യു. എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്? പണ്ടത്തെ നമ്മളൊരു ആനയുടെ കൂടെ ചെയ്തിട്ടുള്ള സിനിമയൊക്കെ ഓർമ്മകൾ ഇവരൊക്കെയോ? ഓർമ്മ വന്നു. സുരേന്ദ്രനെ പോലത്തെ ആനയെ ഈ പുണ്യാളെന്നുള്ള സിനിമ ചെയ്യുന്ന ടൈമിന് ഞങ്ങൾ ഒരു ആന ഇവിടെ ഉണ്ട്, അതിനെ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യണത്. അപ്പുറത്ത് ഒരു വെയിലിയുടെ അകത്ത് മതം പൊട്ടിയൊരു ആനയുണ്ട്. അതിന് ചോറ് വെച്ച് കൊടുക്കണത് തന്നെ എന്റെ പാപ്പം കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. അങ്ങനെയാണ് അയാള് ഇതിന് കൊടുക്കണത് തന്നെ. ഞങ്ങൾ ഇപ്പുറത്ത് ജയസൂര്യ ഞാനെ കൂടി ഷൂട്ട് ചെയ്യുന്ന ടൈമിന് ഇടയ്ക്കൊരു മടലൊക്കെ വന്ന് വീഴുങ്ങനെ എന്ന് പറഞ്ഞ് നമ്മുടെ അരിയത്തുനിന്ന് മടലൊക്കെ വീഴാൻ. അപ്പുറത്തെ മതം പൊട്ടി ആന ഉണ്ടല്ലോ, അത് ഈ വലിച്ചെറിയണ സാധനമൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ് വന്ന് വീണത്. ഭാഗ്യത്തിനൊന്നും മേത്തുകൊണ്ടില്ല. ആ സംഭവം എന്നാ പറയാ, ആ ആന ഈ നീക്കണ ആന. അതാണ് ധർമ്മനെ കണ്ടപ്പോ വീണ്ടും മതം ഇളകി. ആന അലറലോട് അലറൽ. ഇതായിരുന്നു നമ്മുടെ ഗെയിം. നമ്മുടെ സുരേന്ദ്രനാണെയും കേശവനാണെയും നന്നായിട്ട് കളിച്ചു. ഇവരുടെ പാപ്പന്മാര് അടിപൊളിയായിരുന്നു. ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. തങ്കച്ചാ, ആന കൊണ്ട് കുളിപ്പിച്ചിട്ട് വാ. ശരി, എളിച്ചെണ്ണ തലയിട്ട് കൊടുക്കണേ. ആദ്യം തങ്കച്ചനോടൊന്ന് വിളിക്കാൻ പറ. ആ പറ്റില്. ശരി, അപ്പൊ ഇതിലും ടോട്ടൽ പോയിന്റ്സ് പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫൗൾ പ്ലേ പാടില്ല, രണ്ടെണ്ണം ഒരുമിച്ച് പ്ലേസ് ചെയ്യരുതെന്നൊക്കെ. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓൾ ടോട്ടൽ പോയിന്റ്സ് കിട്ടിയിട്ടത് 9 പോയിന്റ്സ് ഈച്ച് ആണ് കേട്ടോ. അതായത് ഫൗളും എല്ലാം കൂടെ മൈനസ് ചെയ്തിട്ടാണ്. ഫൗള് ഞങ്ങൾ വീണ്ടും പോയി അവിടെ എടുത്തിട്ട് ഇത് കൊണ്ടുവന്നായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടെണ്ണം ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈ ബ്രേക്കർ തല്ലുകൊള്ളാനുള്ള വിധിയുള്ള ഇല്ലില്ല, തല്ലുകൊള്ളാനുള്ള വിധി ആയിട്ടില്ല. സുരേന്ദ്രനാനെയും കേശവനാനെയും വീണ്ടും ഇറങ്ങാൻ പോവാണ്. 2 തടി വെച്ചിട്ട് നമ്മൾ വീണ്ടും വെച്ച് വരും. ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകണം. ആന അലറലോട് അലറലിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. അപ്പൊ ഇതിലും 2 എണ്ണം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ടീമാണോ ഏറ്റവും ആദ്യം? ഒരുമിച്ചാണ് രണ്ടും, അതോ ഓരോന്നോരോ? എന്റെ ആന ചോദിച്ചു. കേശവന്റെ ഒരു കാര്യം, ഞാൻ ഈ ആന അലറലോട് അലറൽ എന്ന് പറഞ്ഞ സിനിമയില് ഏതൊക്കെ വേഷമതാ ആനനെ സുന്നത്തിയമ്മന ഒരാളായിട്ടാണ് ഞാൻ. അപ്പൊ ഒന്ന് വേണ്ട, അപ്പൊ ഒന്ന് വരും. ഒന്ന് എന്റെ ആന പ്ലീസ്. എന്നിട്ടെന്നാ ആന ഓടിച്ച് കൊളത്തിച്ചടിക്കുന്നതാണ് ഞാൻ. ഇല്ല, ആന അലറലോട് അലറൽ ഫൈനൽ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. അങ്ങനെ ഉണ്ടോ? ഓയ്യോ, പോടാ. അതല്ലേ അടിക്കല്ലോ. അതിലടാ കൊമ്പ് കൊമ്പ് അളിയ കൊമ്പ്. ഫ്രണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതിലും ആന അലറലോട് അലറൽ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടി ക്യാപ്റ്റൻസ് ആണല്ലോ ഇന്ന്. സോ ആനക്കുട്ടിയുടെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ്.
ആന്റി. ഹലോ ഹലോ ഹലോ. അപ്പൊ ഈ തോറ്റ ടീമിന്റെ ക്യാപ്റ്റനോട് പോയി ഒറ്റ ക്യാപ്റ്റാ അടി കൊള്ളുന്ന് ഓർത്തിട്ട് പേടിച്ചു പോയതാണോ? അതെ, അതെ. അക്ഷര എവിടെ പോയി? അതെ തോറ്റ ക്യാപ്റ്റൻ ഓടിയോ. ജയിച്ചു എന്ന് പറഞ്ഞാലേ വരുവുള്ളൂ തോന്നിട്ടാ. എവിടെ? അക്ഷരക്കുട്ടി എവിടെ? വരൂ. അമ്പടി. ഒളിച്ചിരിക്കായിരുന്നാ? തോറ്റാനയുടെ പുറകിൽ പോയിക്കണേ. പിഴിഞ്ഞു വെച്ച ആനയുടെ ബാക്കിൽ കയറി വിളിച്ചിരുന്നു. കുഞ്ഞുകുട്ടികൾക്ക് ആനയെ കാണുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഇത് വലിയ ആൾക്കാർ, ബിഗ് ആയിട്ടുള്ള ആൾക്കാർ കളിക്കേണ്ട ഗെയിം അല്ലേ അല്ലേ? അതല്ലേ നമ്മള് മാറിയുന്നേ? അതെ. അതെ നോബി, കളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആന തൊലി ഉരിഞ്ഞു വെച്ചിട്ട് കുളിക്കാൻ പോയേക്കുവാണോ? പക്ഷേ അക്ഷരക്കുട്ടിയുടെ ടീം തോറ്റെങ്കിലും അക്ഷര, അതായത് ജയിച്ച ആനയുടെ പുറത്ത് ഈ ക്യാപ്റ്റൻ കേറാൻ പോവാ. ഈ കുട്ടി ക്യാപ്റ്റൻ കേറാൻ പോവാ. കാണണോ? കാണണോ? ഇതിനു മുമ്പ് ആനപ്പുറത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ കയറിയില്ലേ? എന്നാ നമുക്ക് കയറാം. എങ്ങനെയുണ്ട് ആനപ്പുറത്ത് കയറിയിട്ട്? നല്ല രസം. എടത്താനെ വലത്താനെ എന്നൊക്കെ പറ. എടത്താനേ. ഇരിക്കാനേ. ഇനി ബാഹുബലിയിലെ നായകൻ ഇറങ്ങാൻ തുമ്പിക്കൈ ചവിട്ടിയും ഇറങ്ങിയോ? അത് തന്നെ. അപ്പഴേ ഞങ്ങള് സത്യത്തിൽ തോറ്റെങ്കിലും ഈ അനു ക്യാപ്റ്റൻ ഈ അനുചേച്ചിക്ക് കയറാൻ പറ്റില്ലല്ലോ ആനപ്പുറത്ത്, അല്ലേ? നമ്മള് കയറിയില്ലേ? അപ്പൊ ഞങ്ങക്ക് തോറ്റതൊന്നൊരു വിഷയമല്ല. ഞങ്ങൾ ആനപ്പുറത്ത് കയറി അല്ലേ? ഞങ്ങളാണല്ലോ ജയിച്ചു, എന്നിട്ട് ഞങ്ങളുടെ ആനയാണല്ലോ മുട്ടുകുത്തിയേക്കണേ. പേടിക്കണ്ട. ശരി, അപ്പൊ ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ആന അലറലോട് അലറൽ എന്നുള്ള ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ആനക്കുട്ടി ആൻഡ് ടീം. ബ്രാക്കറ്റിൽ ബിനു അടിമാലി ആന ടീം. ധർമ്മൻ ചേട്ടാ, തോറ്റത് നമ്മുടെ അക്ഷരക്കുട്ടിയുടെ ടീമാ. പക്ഷേ നമ്മുടെ അക്ഷര ക്യാപ്റ്റൻ ഒരേ നിർബന്ധം, ചാട്ട വേണം എന്ന്. അതെ, അത് അടി കിട്ടാത്തതിന്റെ ആവേശമായിരിക്കും. കൊഞ്ചിച്ച് വളർത്തിയായോളാ. അതെ. അപ്പൊ ഒരു ചാട്ടാറടി ഇട്ടിക്കഴിയുമ്പോ ശരിയായിക്കോളും. നല്ല വേനെടുക്കും കേട്ടോ. എന്തായാലും ജയിച്ചിട്ടുള്ളത് ബിനുചേട്ടന്റെ ടീമാണ്. പക്ഷെ ഇന്ന് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മള് അനു ക്യാപ്റ്റനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും അക്ഷരക്കുട്ടിയെ നമ്മൾ എന്തായാലും അടിക്കില്ല, അങ്ങനെ പാടില്ല. അങ്ങനെ പാടില്ല. അതെ അതെ, അടി കൊടുക്കണം. കുഞ്ഞു കുട്ടിയാണെന്ന് അവക്ക് അടി വേണം. 18 വയസ്സാവട്ടെ, എന്നിട്ട് അടി തരാം കേട്ടോ. ഓക്കെ. അപ്പൊ അനു വന്നോളൂ, നേരെ പോയിട്ട് ചിങ്ങനമണി അടിച്ചോളൂ. അപ്പൊ എല്ലാരും മടി ക്യാപ്റ്റ കൂട്ടമണി എന്ന് പറയും. എനിക്ക് 3 ഐസ്. ചിലരുടെ മുഖത്തൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഓടിവാ. അനു ആരെ വേണ്ടേനു? ആയിരിക്കും തങ്കച്ചൻ. അതെന്നെ. ഇത് ജയിച്ചത് കൊണ്ട് മാത്രമല്ല, ഇത് പല വൈരാഗ്യങ്ങളും ഇതിൽ അല്ല, നിങ്ങൾ തീരുമാനമായോ? മോതിരം ഇട്ടതേ ഉള്ളതാ, അടി വാങ്ങി തുടങ്ങി. അല്ല, നീലക്കുറിഞ്ഞ് പൂക്കും പോലെയാണ് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു സംഭവം അത്. ഇതങ്ങാനും ചീറ്റിച്ച ഞാൻ നിന്നെ തല്ലും. ഓക്കെ അനുമോളെ, മോതിരിട്ടുള്ള അടിക്കണോ? അടിക്കണം ചേട്ടാ. എങ്ങനെയുണ്ട്? അപ്പൊ താലി കെട്ടി എന്റെ തല വെട്ടി കളയൂലേ? അനു, ഈ ഒരു അവസരത്തിന് വേണ്ടിട്ടായിരുന്നു ടീമിനെ കളിച്ച് ജയിപ്പിച്ചേ? അത്രയ്ക്ക് വാശിയുണ്ട് ചേച്ചി. വാശിയുടെ ദേഷ്യം. മോതിരിട്ട് എങ്ങനെ ദേഷ്യം വരൂ? ഓക്കെ, റെഡി? 1 2 അനു, നാണം കെടുത്തരുത്. നാണം കെടുത്തല്ലേ? എവിടെ? 2 ഓക്കെ, അടുത്താള്. അല്ല, അതിനൊരു തീരുമാനം പറയാ. അത് അടിയായിട്ട് കൂട്ടാൻ പറ്റില്ല. ചാട്ട വന്നപ്പോ അനങ്ങി. അല്ല, ഞാൻ അടിക്കുന്ന സമയത്ത് കറങ്ങി എന്ന് പറയാം. വല്ലപ്പോഴും ആഘോഷിക്കട്ടാ. റെഡി? 1 2 പയ്യെ വെരി ഗുഡ്. കൃതികയുടെ തലമുടി ഇരിക്കണോക്കെ
അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വിറകിന് പോയിട്ട് വന്ന പെമ്പിള്ളേരെ തലമുടി വെസ്റ്റേൺ ലുക്ക്. ആരെയാന്ന് വെച്ചാൽ അളിയൻ അങ്ങ് അറമാദിച്ചു. ഇന്ന് ന്യൂ ഇയർ ആന്ന് കൂട്ടിയാൽ മതി. ആള് അയ്യോ ഞങ്ങൾ തരത്തിനൊത്ത കളികളോ, അതുകൊണ്ടാണ് ഞാൻ ആരോന്നല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെയാ പറഞ്ഞത്? കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാളുടെ പുതുഞ്ഞരമ്പ് വെട്ടി മുറിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് പോയായിരുന്നു. ഓർക്കുന്നുണ്ടോ? റെഡി 1 2 3 ഗോ. അതാണ് അസീസ്, അതാണ് അസീസ്. അതെ അതെ അതെ. എത്ര കിട്ടിയാലും ഒരു നാണമില്ല. കുഴപ്പമില്ല. അസിസിക്ക ഓക്കെ അല്ലേ? അസിസിക്ക അസിസിക്ക നല്ല വേനെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഇതുപോലെ ഒരടിയല്ല 101 അടി മേടിച്ചായിരുന്നു. ഭയങ്കര അടിയായി പോയത്. വൈരാഗ്യൊന്നും വെക്കരുത്. അടുത്ത ആള്. ഇത് കഴിഞ്ഞിട്ട് നിനക്ക് കാണാം അസീസ് ഉമ്മയുള്ള ചെടിയുടെ അവിടെ നിന്ന് കരയണത്. എന്റെ ജന്മം നീ എടുത്തു, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? നിന്റെ ജീവൻ ഞാൻ എടുക്കും. രാധ വരൂ. മായാവി എന്തേ അവിടെ നിൽക്കേ. കേൾക്കാൻ പറ്റാത്ത രഹസ്യം. നമുക്കിത് ചീറ്റിച്ചിട്ട് നമുക്ക് ഇവരെ പറ്റിച്ചാലോ എന്ന്. എനിക്ക് ചീറ്റിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ ചേട്ടൻ അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ ജയിച്ചിരിക്കുന്നു. ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞാൻ എന്താ അത് കേട്ട് ഞാൻ ആനന്ദ നൃത്തമാണ്. ഓ ഞാൻ പുള്ളി ജയിക്കൂലെന്ന് ചോദിച്ചു. ഇന്നലെ ആവേശത്തിൽ നല്ല അടിയും കൊടുത്തായിരുന്നു. റെഡി 1 2 3 ഗോ. താങ്ക് യു. ഒട്ടും വേണ്ടില്ല. ഇല്ലേ അളിയ ഒരു പീസ് ചെത്തി ഇങ്ങടുത്ത് നമുക്ക് വരട്ടി അടിക്കാം. ഈ ഫ്ലോറിൽ കണ്ണും അടച്ചുകൊണ്ട് ചാട്ടടിക്കാൻ പറ്റും ഒറ്റ ഒരാൾ. എവിടെ വേണേലും കൊള്ളും. എവിടെ വേണമെങ്കിൽ കൊള്ളും. നോവി മാത്രമേ. പക്ഷെ ഒരു കാര്യമുണ്ട്, അരക്ക് മേലിലേക്ക് കൊണ്ടുകഴിഞ്ഞാല് ആ അടി തിരിച്ചു തരും. അളിയ വാച്ചൊക്കെ ഊരി വെച്ചിരിക്കുക. റെഡി 1 2 3 ഗോ. പതുക്കെ അത് ഇത് ഇതല്ല ഒരു രംഗല് കറക്കല്ലേ? പതുക്കെ അടിച്ച. ഓ പിന്നെ ഇല്ല എനിക്ക് തന്നില്ലെന്നാ. അയ്യോ, അത് അല്ല ആ ഒരു തളത്തിട്ട് അടിയാത്. പ്രേക്ഷകർക്ക് തളത്തിന്ന് തോന്നും, പക്ഷെ കൊള്ളേണ്ടടുത്ത് കൊള്ളും. അതാണ് ഞങ്ങളുടെ ഈ കളരി പഠിച്ചാലുള്ള കുഴപ്പമാണ്. അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.